നമ്മുടെ അനീഷ് ആങ്കറാണ്, നടനാണ്, അതുപോലെ നല്ല ഒരു വ്യക്തിത്വമുള്ള നല്ല മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തെ നമുക്ക് വളരെയധികം അറിയാം. അദ്ദേഹം ഒരുപാട് രോഗങ്ങളിൽ കൂടെ കടന്നു വന്ന ആളാണ്. അതാണ് രേണുസുധിക്ക് ക്യാൻസർ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് വിഷമമുണ്ടായിട്ട് അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ കുറിച്ചിട്ടുണ്ടായിരുന്നു. രേണുസുധിയായിട്ട് മൂപ്പർക്ക് പരിചയമുണ്ട്, സ്റ്റാർ മാജിക്കിൻ്റെ ഷൂട്ടിങ്ങിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ക്യാൻസർ ആയിട്ട് നിൽക്കുന്ന സമയത്തും രേണുസുധീനെ ഒരുപാട് ആൾക്കാർ അറ്റാക്ക് ചെയ്യുന്നത് കണ്ടിട്ട് ഒരുപാട് വിഷമം തോന്നിയിട്ട് അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടുക, നിങ്ങൾ സഹായിക്കണ്ട, എന്തിനാ കുട്ടീനെ വെറുതെ ദ്രോഹിക്കുന്നത്, രോഗം ഒരിക്കലും ഒരു തമാശയല്ല, അത് നമ്മൾ അനുഭവിക്കുന്നവർക്ക് അതിൻ്റെ വിഷമം അറിയുള്ളൂ എന്നിട്ട് വളരെ ദുഃഖകരമായിട്ടുള്ള രീതിയിൽ അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലെ മനുഷ്യത്വം മരിച്ചിട്ടില്ല, അതുകൊണ്ട് അതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. അങ്ങനെയാണല്ലോ ഈ ഒരു പിന്തുണ കൊടുക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ എത്രയോ ആൾക്കാരുണ്ട്, ആരും സിനിമയിലുള്ളവരുണ്ട്, സ്റ്റാർ മാജിക്കിൽ അഭിനയിച്ച നടന്മാരുണ്ട്, പല ആൾക്കാരുണ്ട്, എല്ലാവരും ഇത് രേണുസുധിക്ക് വളരെയധികം പിന്തുണയായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ ഡോക്ടറെ നിഗമനം വന്നേക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് 1ാം സ്റ്റേജിൽ നമുക്കത് ചികിത്സിക്കേണ്ടതാണ്, വേണ്ട 2ാം സ്റ്റേജിലെങ്കിലും ചികിത്സിക്കേണ്ടതാണ്. പക്ഷെ ഇത് 4ാം സ്റ്റേജിലേക്ക് ആയി. ആ 4ാം സ്റ്റേജിലേക്ക് ആയപ്പോൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ചികിത്സിച്ച് പിന്നാക്കം, അത് ആ മരുന്നുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വില കൂടിയ മരുന്നുകളും ഡോസുള്ള മരുന്നുകളാണ്. ഇതിനാണെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ആരോഗ്യം തീരെ കുറവാണ്. ഒറ്റ കീമോയിൽ തന്നെ മൂപ്പരാകെ തകർന്ന് തരിപ്പണായി, ഭക്ഷണം കഴിക്കാണ്ട് ആകെ ഛർദിയായി, ഒരാൾ 2 ആൾ പിടിച്ചാലാണ് ഏറ്റു നിൽക്കാൻ പറ്റുള്ളൂ. ആ സ്ഥിതിയിലേക്ക് കിടക്കുക. ഇനി ബാക്കിയുള്ള കീമോകളൊക്കെ എങ്ങനെ തരണം ചെയ്യും, അതുപോലെ തന്നെ ഈ ഓപ്പറേഷൻ, ഒരു സർജറി ഉണ്ട്, അതെങ്ങനെ തരണം ചെയ്യുന്നു, ഒരു പിടുത്തമില്ലാണ്ട് ഡോക്ടർമാർ ഇരിക്കുന്നത്. ഡോക്ടർമാർ പറയണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളെല്ലാവരും സ്ത്രീകൾ, ഇപ്പോൾ ഈ രേണു പറയണത് തന്നെയാണ്, എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 35 വയസ്സായ സ്ത്രീകൾ നിങ്ങൾ സ്വയമായിട്ട് നിങ്ങളുടെ ബ്രസ്റ്റിൽ നിങ്ങൾ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ, ശരീരത്തിൽ എവിടെയെങ്കിലും വല്ല വ്യത്യാസങ്ങളുണ്ടോ, അപ്പം തന്നെ നിങ്ങൾ ഡോക്ടറെ കാണും. കണ്ടില്ലേ, നമ്മൾ 1000 രൂപ ചിലവാക്കണോടത്ത് നിങ്ങൾക്ക് അപ്പോൾ ലക്ഷങ്ങൾ ചിലവാക്കിയാലും നിങ്ങൾക്ക് തിരിച്ചു വരാൻ പറ്റാത്തൊരു രോഗമാണ് ഈ ക്യാൻസർ എന്ന് പറയുന്നത്. ക്യാൻസർ മാത്രമല്ല, എന്ത് രോഗം നമ്മൾ ആരംഭത്തിൽ കണ്ടുപിടിച്ച ചികിത്സിച്ചാൽ ഇപ്പോൾ പുല്ല് പോലെ മാറി നമുക്ക് നടക്കണം. അതിനുള്ള തെളിവുകൾ ഒരുപാട് സെലിബ്രിറ്റികൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, അതേപോലെയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എല്ലാ സ്ത്രീകളും 35 വയസ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്രസ്റ്റിൽ ഒരു പ്രശ്നം ഇല്ലെങ്കിൽ തന്നെ നിങ്ങളൊരു മാമോഗ്രാം എടുത്ത് നോക്കണോണ്ട് എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ലല്ലോ. അത് എടുത്ത് നോക്കണമെന്ന് രേണുസുധി പറയണത്. കാരണം രേണുസുധി അനുഭവിക്കുന്ന വിഷമങ്ങളും വേദനകളും അതിരിക്കുന്ന വിരൽ ചൂണ്ടുന്നത്. ഡോക്ടർമാർ തന്നെ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനി 4ാം സ്റ്റേജിൽ നിന്ന് പിന്നാക്കം കൊണ്ടുവന്ന് ഈ രേണുവിനെ രക്ഷിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ടാസ്ക്കാണ്. ആ ടാസ്കിൽ കൂടിയാണ് ഈ മെഡിക്കൽ സംഘം ഇപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ ശക്തി കൊണ്ടും മനോധർമ്മം കൊണ്ടും നേരിടുക മാത്രമാണ് ഇനി രേണുസുധിക്ക് നമുക്ക് ചെയ്യാനുള്ളൂ. പിന്നെ അതിൽ നമുക്കൊരു സന്തോഷമുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സായി കൃഷ്ണ, സീക്രട്ട് ഏജൻറ്റ്, അദ്ദേഹം